ഗുഡ് ഈവനിംഗ് വിജയകുമാർ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. നമുക്ക് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ തുടങ്ങുന്നു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നമ്മളിങ്ങനെ കാലെടുത്ത് വയ്ക്കുകയാണ്. അങ്ങനെ ആദ്യഘട്ടം വോട്ടെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിൽ ബീഹാർ ഒഴികെയുള്ളിടത്ത് ഇന്നിതാ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായിട്ടുണ്ട്. തമിഴ്നാട്ടിലൊക്കെ ഇന്ന് വലിയ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി വലിയ റോഡ് ഷോ നേതാക്കന്മാർ നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പകല് കണ്ടു. തീർച്ചയായിട്ടും നാളെ മുതൽ കേരളത്തിൽ അത്തരം കാഴ്ചകൾ കാണാൻ പോവുകയാണ് അല്ലേ? അതെ. അപ്പൊ ഏപ്രിൽ 4 വരെ പത്രികാ സമർപ്പണമുണ്ട്. അപ്പോൾ നാളെ ഏറ്റവും ആദ്യം പത്രിക നൽകുന്നത് ആര്, ഏപ്രിൽ 4 ഏറ്റവും അവസാനം പത്രിക നൽകുന്ന ആര്, അത്തരം ആകാംക്ഷകൾ, അത്തരം കൗതുകങ്ങൾ കൂടി നാളെ തുടങ്ങുകയാണ്. അതെ. അപ്പോൾ വളരെ സാവധാനമാണെങ്കിലും നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ഇങ്ങനെ നീങ്ങുന്നു. അതിന്റെ ചൂടിലേക്ക് എത്തുന്നു, തിരക്കിലേക്ക് എത്തുന്നു. നമ്മൾ ഇഡിയുടെ കസ്റ്റഡിയിൽ നിന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഉടൻ പുറത്തിറങ്ങാനാകില്ല. അതാണ് ഈ വൈകുന്നേരം വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. തെരഞ്ഞെടുപ്പുമായി അതിന് ബന്ധമുണ്ടോ ഇല്ലയോ എന്നതൊക്കെ ഡൽഹിയിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ രാജ്യത്ത് വോട്ട് ചെയ്യുന്നവർ തീരുമാനിക്കട്ടെ. ഉടൻ വിട്ടയക്കണമെന്ന ആവശ്യം ഡൽഹി ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. മറുപടി നൽകാൻ ഇഡിക്ക് സമയവും അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും ഇ ഡി കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ലക്ഷ്യമിടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 24 പറഞ്ഞു. 3 ദിവസം മുൻപാണ് അക്കാര്യം പറഞ്ഞത്. ഇതാ CMRL എക്സാലോജി കേസിൽ ഇ.ഡി. എത്തിക്കഴിഞ്ഞു എന്ന ബിഗ് ബ്രേക്കിംഗ് വാർത്ത ഇന്ന് നമ്മൾ പുറത്തുവിട്ടു അല്ലേ? ആരുടെയൊക്കെ വാതിലാണ് ഇ.ഡി. ഇങ്ങനെ മുട്ടാൻ പോകുന്നത് എന്നത് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ അറിയാം അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ അടുത്ത് നിൽക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ അത് ഇലക്ഷനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ, ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്നൊക്കെ കണ്ടറിയണം. ഇ.ഡിക്ക് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നൊരു വിളിപ്പേര് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനോടകം ഇട്ടിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് അല്ലേ? കേന്ദ്ര സർക്കാരിനോടും ഏജൻസികളോടും മാർഗനിർദ്ദേശം തയ്യാറാക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ എത്രത്തോളം പ്രായോഗികമാണെന്ന് അറിയില്ല. 2019 അങ്ങനെ ഒരു നീക്കം നടത്തിയതാണ്. അത് വെള്ളത്തിലെ വര പോലെ എന്നാണ് ഒരു നേതാവ് പിന്നീട് കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി പറഞ്ഞത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇന്നുമുണ്ട് എമ്പാടും പൊട്ടിത്തെറിക്കുന്ന നിരവധി വാർത്തകൾ. നമ്മൾ ആരംഭിക്കുന്നു ഇലക്ഷൻ സ്റ്റാൻഡ്. എന്നത്തെയും പോലെ നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് തന്നെ പോവാം. ഇലക്ഷൻ ഹോട്ട്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ ഹൈ പ്രൊഫൈൽ കേസുകളുമായി സംസ്ഥാനത്ത് സജീവമാവുകയാണ് കേന്ദ്ര ഏജൻസികൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു. മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിനെതിരെ മസാല ബോണ്ട് കേസിൽ ഇ.ഡി. പുതിയ നോട്ടീസും അയച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ പ്രചാരണ രംഗത്ത് നിന്ന് മാറി തോമസ് ഐസക് ഹാജരാകുമോ എന്നാണ് ഇനി നമുക്കറിയേണ്ടത്. സ്വർണ്ണക്കടത്ത് കേസും അതിനെ തുടർന്നുള്ള വിവാദങ്ങളും കൊണ്ട് കലുഷിതമായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇ.ഡി., NIA, കസ്റ്റംസ് തുടങ്ങി കേന്ദ്ര ഏജൻസികൾ പലതും കേരളത്തിൽ ക്യാമ്പ് ചെയ്തു. ഏതാണ്ട് അതേ സ്ഥിതിവിശേഷത്തിലേക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും നീങ്ങുന്നുവെന്നാണ് പുതിയ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചതാണ് ഇതിൽ പുതിയത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ചുവട് പിടിച്ചാണ് ഇ.ഡി. അന്വേഷണം. ഇ.ഡി. BJPക്ക് വേണ്ടി കൂലിക്ക് ജോലി ചെയ്യുന്നുവെന്നും BJPക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്താനായി സഹായിക്കുന്നതായും MV ഗോവിന്ദൻ. ഇ.ഡിന്റെ കാര്യം കൂലിക്ക് പണിയെടുക്കുന്നല്ലേ? അതിനെന്താ വലിയ വിശ്വാസം? നിങ്ങൾക്കുള്ള വലിയ വിശ്വാസമാണ്? രാജ്യത്തെ വിശ്വാസത തകർന്നു പോയി എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഈ പറയുന്ന ഇ.ഡി. ഇ.ഡിയെ മഹത്വവൽക്കരിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അത് അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യും. അത് ആരായാലും എല്ലാവരും ലക്ഷ്യം വെക്കാലോ. ആരെയും ലക്ഷ്യം വെച്ചുകൂടാതെ രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് ആരെയും ലക്ഷ്യം വെക്കാം. CMRL, മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ്, KSIDC എന്നിവയടക്കം അന്വേഷണ പരിധിയിൽ വരും. ആരോപണ വിധേയരെ നോട്ടീസ് നൽകി വിളിപ്പിക്കുന്ന നടപടിയിലേക്കും ഏജൻസി വൈകാതെ കടക്കും. എന്നാൽ വൈകിയെത്തിയ ഇ.ഡി. നടപടിയിൽ പ്രതിപക്ഷം തൃപ്തരല്ല. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഇ.ഡി. അന്വേഷണം എവിടെ എത്തി? ലൈഫ് മിഷൻ കൊലക്കേസിലെ ഇ.ഡി. അന്വേഷണം എവിടെ എത്തി? ഇ.ഡി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു സ്റ്റണ്ടാണ്. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെടുത്ത ഇ.ഡി. അന്വേഷണവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത ഇ.ഡി. അന്വേഷണവും എല്ലാം പെരുവഴിയിലാണ്. എല്ലാം ഇവർ തമ്മിൽ ധാരണയുണ്ടാക്കി തീർത്തതാണ്. പകരം കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഹവാല പിടിച്ചത് ആ ഹവാലയുടെ അന്വേഷണം ഇല്ലാതായി. പരസ്പരം സുരേന്ദ്രനെ സഹായിച്ചു കൊടുത്തു സർക്കാർ. മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിനെതിരെ മസാല ബോണ്ട് കേസിൽ ഇ.ഡി. പുതിയ നോട്ടീസും അയച്ചു.
ഏപ്രിൽ 2-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് നിർദ്ദേശം. ഇനി ഡെമോക്ലിസിന്റെ വാൾ പോലെ കരുവന്നൂർ കൂടി ഭരണപക്ഷത്തിനുമേൽ തൂങ്ങിയാടുന്നുണ്ട്. വിഷയത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഒരു ഡൽഹി മോഡലിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ ഇഡി ഒരുമ്പിടുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. 2021 ഇതേ രാഷ്ട്രീയ നാടകങ്ങൾ മലയാളി കണ്ടതാണ്. ഒടുവിൽ മല പോലെ വന്നത് എലി പോലെ പോയത് മാത്രം മിച്ചം. 2024 ഒരു പുതുമയുണ്ടാകുമോ എന്ന് കണ്ടറിയണം. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. യെസ്, വിജയകുമാർ, ഇന്ന് ലോക നാടക ദിനമാണ് അല്ലേ? നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കാണുന്ന ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങളുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ നമ്മുടെ മലയാള നാട്, കേരളത്തിൽ അത്തരം രാഷ്ട്രീയ നാടകങ്ങൾ വലിയ രീതിയിൽ സംഭവിക്കാറില്ല. ഈ ഉത്തരേന്ത്യയിലൊക്കെയാണ് നടക്കുന്നത്. നമ്മൾ കർണാടകയിലും ഇപ്പോൾ മഹാരാഷ്ട്രയിലും ഒക്കെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ എന്താണെന്നറിയില്ല, ഈ തെരഞ്ഞെടുപ്പ് അടുത്തുമ്പോൾ ഒരുപാട് കൂറുമാറ്റങ്ങൾ, അതും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പാർട്ടി മാറിപ്പോകുന്നത് നമ്മൾ കേരളത്തിലും കാണുന്നു. ഇതൊരു വലിയൊരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ആയിട്ടൊക്കെ മാറുമോ കേരളത്തിൽ? അങ്ങനെ തോന്നുന്നു വിജയകുമാർ? അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ അങ്ങനെ കൂറുമാറുന്നു എന്ന പ്രയോഗം എത്ര ശരിയാണെന്ന് എനിക്കറിയില്ല പ്രജിൻ. ഇടത്തരം നേതാക്കൾ പോകുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എ കെ ആന്റണി, കെ കരുണാകരൻ രണ്ട് വലിയ ബിംബങ്ങളാണല്ലോ. ഇവർ രണ്ടുപേരുടെയും മക്കൾ പാർട്ടി മാറി പോയി കഴിഞ്ഞു, BJP-യിലേക്ക് മാറി കഴിഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പോയ ആളുകളെ ആരെയും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അവരൊരു പ്രധാനപ്പെട്ട നേതാക്കളായി കണക്കാക്കാത്തത് കൊണ്ട് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ BJP-യിലേക്ക് പോയി എന്ന് തൽക്കാലം പറയാം. ഇടത്തരം നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിലൊക്കെയുള്ള താഴെത്തട്ടിലോ അല്ലെ മിഡിൽ ലെവലിലൊക്കെ പ്രവർത്തിക്കുന്ന നേതാക്കൾ പോകുന്നുണ്ട്. അങ്ങനെ എസ് രാജേന്ദ്രൻ പോകില്ല എന്ന മട്ടിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതെ, അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. ശരിയാണ്, നാടകങ്ങൾ ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ കേരളത്തിലേക്കും ആ നാടകങ്ങളുടെ ചെറിയ ചെറിയ പതിപ്പുകൾ ഈ ഇലക്ഷൻ കാലത്തുണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകരൊക്കെ എത്തിയിട്ടുണ്ട് വിജയകുമാർ, നമ്മളെ അന്വേഷിക്കുന്നുണ്ട്. എല്ലാവരും ഹായ് പറയുന്നു. നമ്മുടെ ദക്ഷ, ദീപ്തി, ആമിന, വിനീത് നാരായണൻകുട്ടി, മധു, പിന്നെ മലയാളി എന്ന് പറയുന്ന മറ്റൊരു പ്രൊഫൈൽ, പ്രകാശൻ പി, അങ്ങനെ രാജീവ്, സായു, സന്തോഷ്, ഇവരെല്ലാം കമന്റുകളുമായി നിറയുന്നുണ്ട്. അവർ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാൻ സമയം തോന്നുന്നു. അതെ, നമുക്ക് എല്ലാവരും തുടരുക. നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. മണ്ഡല പരിചയം. പണ്ടൊക്കെ ഇടുക്കി എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ മണ്ണ് എന്നായിരുന്നു തീർപ്പ്. എന്നാൽ കേരള കോൺഗ്രസുകൾ അപ്പുറവും ഇപ്പുറവും മാറി മാറി നിൽക്കാൻ തുടങ്ങിയതോടെ മണ്ഡലം ഇപ്പോൾ പ്രവചനാതീതമായി. വലിപ്പം കൊണ്ട് കേരളത്തിൽ ഒന്നാമതുള്ള ഈ മണ്ഡലത്തിൽ ഇത്തവണയും അടിയൊഴുക്കുകളായിരിക്കും വിധി നിർണ്ണയിക്കുന്നത്. മൂവാറ്റുപുഴ മുതൽ മൂന്നാർ വരെ പരന്നു കിടക്കുന്ന മണ്ഡലത്തിന് പൊതു രാഷ്ട്രീയ സ്വഭാവം അശേഷമില്ല. കർഷകർ, തോട്ടം തൊഴിലാളികൾ, തമിഴ് ഭാഷാ ന്യൂനപക്ഷങ്ങൾ എന്നിവരുടെ സംസ്കാരവും സ്വാധീനവും പേർന്നതാണ് ഇടുക്കി നിയോജക മണ്ഡലം. 1977 ഈ മണ്ഡലം രൂപീകൃതമാകുന്നത്. ഇടുക്കി ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയും കോതമംഗലവും ഇതിൽ ഉൾപ്പെടുന്നു. 1977 കോൺഗ്രസിന്റെ CM സ്റ്റീഫനാണ് ഇടുക്കി മണ്ഡലത്തിൽ ആദ്യം വിജയിക്കുന്നത്. എന്നാൽ 80-ലെ അടുത്ത തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്കുള്ളതായിരുന്നു. CPIM-ന്റെ MM ലോറൻസ് വിജയിച്ചു. ഇടുക്കി മണ്ഡലത്തിൽ പിന്നൊരിക്കലും CPIM പാർട്ടി ചിഹ്നത്തിൽ ആരും ജയിച്ചില്ല. 99-ലും 2004-ലും ഇടതുമുന്നണിക്കൊപ്പം മണ്ഡലം നിന്നു. എന്നാൽ ജയിച്ചത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ്. 2014-ൽ ജോയ്സ് ജോർജ് വിജയിച്ചെങ്കിലും ഇടത് സ്വതന്ത്രനായിരുന്നു. 2019-ൽ 1,71,053 വോട്ട് ഭൂരിപക്ഷം നേടിയാണ് ഡീൻ കുര്യാക്കോസ് വിജയിച്ചത്. ആദ്യ അംഗത്തിൽ ജോയ്സ് ജോർജിനോട് പരാജയപ്പെട്ടതിന്റെ ക്ഷീണം ഡീൻ കുര്യാക്കോസ് മാറ്റിയെടുത്തു. വന്യജീവി സംഘർഷത്തിന്റെ പേരിൽ ഇരകളാക്കപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ കർഷകരാണ്, തൊഴിലാളികളാണ്, ഏറ്റവും പാവപ്പെട്ടവരാണ്. ആ ഒരു കൺസേൺ സർക്കാരിനുണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി ജാഗ്രതയോടുകൂടി കാര്യങ്ങളൊക്കെ നടന്നേനെ. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര നയം തിരുത്തപ്പെടണം. നിർമ്മാണ നിയന്ത്രണം, അതിസങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ, മനുഷ്യ വന്യജീവി സംഘർഷം, ഇതൊക്കെ അതിൻ്റെ ഏറ്റവും സങ്കീർണമായ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഹൈറേഞ്ച് മേഖലയിൽ.
മറ്റെന്തിനേക്കാളും ഉപരി ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങൾ ഇവിടെ ചർച്ചയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഇടത്ത് LDFും 2ഇടത്ത് UDFും. ഈ മേൽക്കൈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയാണ് ഇടതുമുന്നണിക്ക്. 2014ലും 19ലും ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിന്തുണയുള്ള ഇടത് സ്ഥാനാർത്ഥിയായിരുന്നു ജോയ്സ് എങ്കിൽ ഇത്തവണ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരം. 2014 മുതൽ 19 വരെയുള്ള നമ്മളുടെ കാലത്തെ പാർലമെന്റ് അംഗം എന്ന നിലയിലുള്ള പ്രവർത്തനവും പിന്നീടുള്ള സാഹചര്യങ്ങളുമൊക്കെ ആളുകൾ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് വസ്തുതാപരമായി ഒരു നിലപാടാണ് എല്ലായിടത്തും സ്വീകരിക്കുന്നത്. അത് നമുക്ക് അനുകൂലമാണ്. ഇതെല്ലാത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായും ഒരു അതോറിറ്റേറിയൻ ഗവൺമെൻറ്റായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. NDAയിലെ ഘടകകക്ഷിയായ BDJSനാണ് ഇത്തവണയും ഇടുക്കിയിലെ സീറ്റ്. 2021ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച സംഗീത വിശ്വനാഥനാണ് ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. വന്യമൃഗത്തോട് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്കുള്ളൊരു ഭീതിയുണ്ട്. പക്ഷെ ഒരുപാട് മൃഗസ്നേഹികളുമുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം മനസ്സുകളെ മുറിവേൽക്കാതെ തന്നെ ഒരു പാക്കേജ്, അവരുടെ സംരക്ഷണമൊക്കെ നിലനിർത്തിയ ഒരു പാക്കേജ്, അത് തീർച്ചയായിട്ടും ഇടുക്കിക്കാരുടെ ഒരു ആവശ്യം തന്നെയാണ്. പിന്നെ ഇടുക്കിയുടെ മെഡിക്കൽ കോളേജിനെ പറ്റിയിട്ട് അതും ഒരുപാട് ഒച്ചിൻ്റെ വേഗത്തിലാണ് അത് നീങ്ങുന്നത്. കൂട്ടിയും കിഴിച്ചും മണ്ഡലത്തിന്റെ സ്വഭാവത്തെ ഇഴകീറി പരിശോധിക്കുകയാണ് മുന്നണികൾ. സാമുദായിക വോട്ടുകളുടെ ഏകീകരണവും ഭരണവിരുദ്ധ വികാരവും ഉൾപ്പെടെ എല്ലാത്തിനെയും സൂക്ഷ്മതയോടുകൂടിയാണ് മുന്നണികൾ സമീപിക്കുന്നത്. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. യെസ്, ആ റിപ്പോർട്ടിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നോ? നമ്മുടെ രാഹുൽ വിജയൻ ഓട്ടോ, രാഹുൽ വിജയന്റെ JCB അതൊക്കെ അല്ലേ? പിന്നെ വൻ പെർഫോമൻസ് ആയിരുന്നു, നോക്കിയില്ല. വിജയകുമാർ, ഒരാൾ നമ്മുടെ പ്രകാശൻ P ചോദിക്കുന്നു, പ്രജിൻ വിജയകുമാർ, ഇവിടെ രാഷ്ട്രീയം പറയാം, നമ്മുടെ പുതിയ ഇലക്ഷൻ സംവാദമാണല്ലോ, അപ്പൊ അത് കണ്ണൂരിൽ എപ്പോഴാണ്? ഹാഷ്മി തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൂരിൽ എനിക്ക് കാസർഗോഡ് കഴിഞ്ഞ നാളെയാണ്. കാസർഗോഡ് പൂർത്തിയായി, അത് കാഞ്ഞങ്ങാടായിരുന്നു. നാളെ കണ്ണൂരിൽ നടക്കുന്നു. ഹാഷ്മി തന്നെയാണ് അവതാരകൻ അല്ലേ? അപ്പൊ അത് എല്ലാവരും എത്തുന്നുണ്ട്, പിന്നീട് അടുത്തടുത്ത ദിവസങ്ങളിലേക്ക് എത്തുന്നുണ്ട്. എല്ലാവരും ജനങ്ങളിലേക്ക് എത്തുകയാണ്. സംവാദ പരിപാടി അങ്ങനെ നടക്കുന്നു. അങ്ങനെ 24ഉം ഇലക്ഷന്റെ ആ ചൂടിലേക്ക് പൂർണ്ണമായും ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, അപ്പൊ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്തത് കാണാം, വോട്ടിന്റെ വില. യെസ്, ഈ മുടി പിന്നിലേക്ക് തൂക്കി വളർത്തുന്ന ഒരു നേതാവുണ്ട്, നമുക്കെല്ലാം അറിയാം അല്ലേ? പന്ന്യൻ രവീന്ദ്രൻ. ആ ഒരു ഗെറ്റപ്പിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നെറ്റിയിലേക്ക് തൂക്കിയിടുന്ന, ഇടയ്ക്കിടയ്ക്ക് ആ മുടി ഇങ്ങനെ മാറ്റിയിടുന്ന ശശി തരൂർ. കട്ട താടി വളർത്തി രാജു ചന്ദ്രശേഖർ. തിരുവനന്തപുരത്തെ പോസ്റ്ററുകളിലും കാണാം ഈ ഐഡന്റിറ്റി. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിമാരുടെ പോസ്റ്റർ വിശേഷങ്ങളിലേക്കാണ് ഇനി. ഒരു സോൾട്ട് ആൻഡ് പെപ്പർ മത്സരമാണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാം. തിരുവനന്തപുരമാകെ പോസ്റ്റർ പ്രളയമാണിപ്പോൾ. നീട്ടി വളർത്തിയ മുടിയാണ് പണ്ടേ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ ഐഡന്റിറ്റി. 2005-ൽ മത്സരത്തിനിറങ്ങുമ്പോൾ ഒരിഴയും നരച്ചിരുന്നില്ല. ആ പഴയ ലുക്കിനാണ് പ്രവർത്തകർക്കിടയിൽ ഇപ്പോഴും ഡിമാൻഡ്. പല പോസ്റ്ററുകളിലും അതുതന്നെ. ചിലയിടങ്ങളിലുണ്ട് പക്ഷേ നരവീണ ചിത്രം. നെറ്റിയിലെ കൽപ്പം ചരിച്ചിട്ട മുടിയാണ് UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ സ്റ്റൈൽ. സംഗതി ജനപ്രിയമാണ്. പോസ്റ്ററുകളിൽ ആ ഐഡന്റിറ്റി ശ്രദ്ധയോടെ നിലനിർത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരൽപ്പം നര കൂട്ടിയിട്ടുമുണ്ട്. NDA സ്ഥാനാർത്ഥി രാജു ചന്ദ്രശേഖറും ഇപ്പോൾ കുറച്ചധികം നരച്ചിട്ടുണ്ട്. പക്ഷെ പല പോസ്റ്ററുകളിലും കറുത്ത താടിയും കറുത്ത മുടിയുമുള്ള സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്തിന്റെ സ്വന്തം രാജീവ് എന്നാണ് വിശേഷണം. വോട്ടർമാരെ ആകർഷിക്കാൻ രാജീവ് എന്ന ചുരുക്കപ്പേരാണ് നല്ലതെന്ന് BJP ക്യാമ്പിലെ വിലയിരുത്തൽ. പോസ്റ്ററുകളുടെ ഭംഗി വോട്ടാകും എന്നല്ല, പക്ഷേ രസമുള്ള, കൗതുകമുള്ള പോസ്റ്ററുകൾ ചിലപ്പോൾ വോട്ടർമാരെ സ്വാധീനിച്ചേക്കാം. അങ്ങനെ സ്വാധീനിച്ചാൽ അത് വോട്ടാക്കി മാറ്റാം എന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നണികൾ. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. ശരിയാണ്, ചില പോസ്റ്ററുകൾ നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് നമ്മളുടെ ശ്രദ്ധ ആകർഷിക്കും അല്ലേ അതിലേക്ക്. അപ്പോൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അത് തന്നെയാണ് എന്താണ് പോസ്റ്റർ പതിപ്പിച്ചവരുടെയും ലക്ഷ്യം.
ആ മട്ടിൽ ചർച്ചയാകുന്ന പോസ്റ്ററുകൾ അതെല്ലാം വോട്ടാവണമെന്നില്ല, പക്ഷെ അതൊക്കെ ചർച്ചയാകുമെന്നത് ഉറപ്പാണ്. മാത്രമല്ല ഇവരുടെ ഈ സ്റ്റൈലുകൾ അത് മുൻപും ഇതുപോലെ ചർച്ചയായതാണ്. പന്ന്യൻ രവീന്ദ്രൻ കേവലം സ്റ്റൈലിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് അതിനൊരു രാഷ്ട്രീയ കാരണങ്ങളൊക്കെ ഉണ്ട്. മുടി നീട്ടി വളർത്തുന്നതിനൊക്കെ അത് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമാണ്. മാത്രമല്ല ഈ ശശി തരൂരിന്റെ അദ്ദേഹം സംസാരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന മുടി കൈ കൊണ്ട് മാറ്റിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെയും മാനറിസമാണ്. അപ്പം ഇതിലെല്ലാം പ്രത്യേകതകളുണ്ട്. പരമാവധി വോട്ടുകൾ ഉറപ്പിക്കുക എന്നത് ഏറ്റവും പരമപ്രധാനമാണ് ഓരോ സ്ഥാനാർത്ഥികൾക്ക്. അപ്പം ഒരു പോസ്റ്റർ ആണെങ്കിൽ പോലും അതിലേക്ക് നമ്മുടെ ലുക്ക് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ അതിനെ മാറ്റുക എന്നതാണ് അതിന്റെ പിന്നിലെ ഒരു ടെക്നിക് അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? ഇനി നമ്മൾ നമ്മളുടെ പതിവ് സെഗ്മെന്റ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നമ്മളുടെ ക്യാമറ തിരിക്കുകയാണ്. സ്റ്റേറ്റ് സ്കാൻ. രാജ്യത്ത് ഏറ്റവും കുറവ് വോട്ടേഴ്സ് ഉള്ള മണ്ഡലമാണ് നമ്മുടെ ലക്ഷദ്വീപ്. മലയാളത്തോട് സാംസ്കാരികമായി ചേർന്ന് നിൽക്കുന്ന ഈ നാട്ടിലെ രാഷ്ട്രീയത്തിന് പക്ഷേ കേരളവുമായി കാര്യമായ ബന്ധമില്ല എന്നതാണ് വസ്തുത. ദീർഘകാലം കോൺഗ്രസിന്റെ PM സയ്യിദ് ജയിച്ച മണ്ഡലത്തിൽ ഇപ്പോൾ പോര് NCPകളുടെ ശരത് പവാർ, അജിത് പവാർ പക്ഷങ്ങൾ തമ്മിലാണ്. ഇന്ത്യ മുന്നണിയിലെ സഖ്യം ഉപേക്ഷിച്ച് കോൺഗ്രസും പ്രചാരണത്തിൽ സജീവമാണ്. NCPയുടെ വിഭജനത്തിന് ശേഷം അജിത് പവാർ, ശരത് പവാർ വിഭാഗങ്ങൾ ആദ്യമായാണ് നേർക്കുനേർ പോരാട്ടത്തിനിറങ്ങുന്നത്. നഷ്ടമായ ദ്വീപിന്റെ മണ്ണ് തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. 1967 മുതലാണ് ലക്ഷദ്വീപ് പാർലമെന്റ് മണ്ഡലമാക്കുന്നത്. കോൺഗ്രസിന്റെ K നല്ലകോയ ആയിരുന്നു ദ്വീപിലെ ആദ്യ MP. 1971 മുതൽ 2004 വരെ ഒരേയൊരു PM സയ്യിദ്. 2004 JDUവിന്റെ P കുഞ്ഞിക്കോയയോട് 71 വോട്ടിന് തോൽവി. ഒന്നാം UPA സർക്കാർ അധികാരത്തിലെത്തിയ ആ തെരഞ്ഞെടുപ്പിൽ സയ്യിദിനെ രാജ്യസഭയിലെത്തിച്ച് കോൺഗ്രസ് കേന്ദ്രമന്ത്രി സ്ഥാനം നൽകി. അങ്ങനെ കൊച്ചു ദ്വീപുകളുടെ സമൂഹത്തിന് കേന്ദ്രമന്ത്രിയെയും ലഭിച്ചു. PM സയ്യിദിന്റെ മരണശേഷം 2009 കോൺഗ്രസിനായി ഹംദുല്ല സയ്യിദ് മണ്ഡലം തിരിച്ചുപിടിച്ചു. അപ്പോഴേക്കും JDU വിട്ട് NCPയിലെത്തിയ P പൂക്കുഞ്ഞിക്കോയയെയാണ് തോൽപ്പിച്ചത്. 2014 NCPയിലെ മുഹമ്മദ് ഫൈസൽ 1535 വോട്ടിന് ഹംദുല്ല സയ്യിദിനെ തോൽപ്പിച്ചു മണ്ഡലം NCP പക്ഷത്താക്കി. 2019 ഭൂരിപക്ഷം 823 വോട്ടായി കുറഞ്ഞു. ഇത്തവണയും നിലവിലെ MP മുഹമ്മദ് ഫൈസലും കോൺഗ്രസിന്റെ ഹംദുള്ള സയ്യിദും മത്സരരംഗത്തുണ്ട്. NCP അജിത് പവാർ വിഭാഗത്തിലെ TP യൂസുഫ് ദ്വീപിൽ NDA സ്ഥാനാർത്ഥിയുമായി. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങളാണ് ദ്വീപിലെ പ്രധാന പ്രചരണ വിഷയം. ഭരണകൂടത്തിന്റെ ഇത്തരം നടപടികൾക്കെതിരെ ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകുമെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ. ദ്വീപിലെ വിദ്യാഭ്യാസ മേഖലയിലെ വിവാദമായ പരിഷ്കാരങ്ങൾ, പണ്ടാരഭൂമി പിടിച്ചെടുക്കൽ, വലിയ തോതിലുള്ള പിരിച്ചുവിടൽ തുടങ്ങി അഡ്മിനിസ്ട്രേറ്ററുടെ നടപടികളെല്ലാം ഇത്തവണ ചർച്ചാ വിഷയമാണ്. വധശ്രമക്കേസിൽ മുഹമ്മദ് ഫൈസൽ MPയെ അയോഗ്യനാക്കിയത് കോൺഗ്രസും പ്രചരണായുധമാക്കുന്നുണ്ട്. ദ്വീപ് ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. അടുത്തിടെയുണ്ടായ വിവാദങ്ങളോട് തങ്ങളുടെ മണ്ണ് എങ്ങനെ പ്രതികരിച്ചു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. വിനീത VG, 24, കൊച്ചി. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, എന്തുവാ ഇന്നൊരു ചെറിയൊരു സീരിയസ്നെസ് കൂടുതലാണോ എന്ന് ചോദിച്ചില്ലേ, അത് ശരിവെക്കുന്നുണ്ട്. അതുപോലെ തോന്നിയ ഒരാളുണ്ട്. അപ്പൊ അതൊന്ന് കേട്ടാലോ? നമ്മുടെ ബെഞ്ചമിൻ കോശി, നമ്മുടെ പ്രേക്ഷകനാ. വിജയകുമാറിന്റെ മനസ്സിനെ അലട്ടുന്ന എന്തോ ഒന്നുണ്ട്. പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയണമെന്നാണ് ബെഞ്ചമിൻ കോശി പറയുന്നത്. ഉണ്ടോ? ഒന്നുമില്ല. അലട്ടുന്നതായ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ എന്താണ് സ്ക്രീനിലെ പെർഫോമൻസിനെ ബാധിക്കുന്ന തരത്തിൽ അലട്ടുന്ന ഒരു പ്രശ്നവുമില്ല. അതാണ് അലട്ടാൻ പറ്റുന്നതല്ല വിജയകുമാർ. അഥവാ എന്തെങ്കിലും അലട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ സ്റ്റുഡിയോയിലോട്ട് കയറുന്നതിന് മുമ്പ് എടുത്ത് പുറത്തിട്ടിട്ടേ എനിക്ക് അകത്ത് കയറാറുള്ളൂ. അതാണ് ഗ്യാരണ്ടി. നേരത്തെ ഇലക്ഷൻ തൊട്ട് മുമ്പ് പറഞ്ഞു നമ്മുടെ വേരുകൾ തിരുടെ യാത്ര അതിലേക്കാണ്. സർക്കാരുകളെ കുഴപ്പത്തിലാക്കുകയും മന്ത്രിമാരെ വിഴിക്കുകയും ചെയ്യുന്ന ഒരാളിലേക്കാണ് ഇനിയുള്ള യാത്ര. കാണാം വേരുകൾ. അതായത് 6 മാസം മാത്രം പ്രസിദ്ധീകരിച്ച ഒരു വാരിക, അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ കോലാഹലങ്ങൾക്ക് ഇന്നും അവസാനമില്ല. 1971 തൃശ്ശൂരിൽ നിന്ന് 21-കാരൻ TA രാജേന്ദ്രൻ പ്രസിദ്ധീകരിച്ച വാരികയായിരുന്നു നവാബ്. നവാബ് പുറത്തു കൊണ്ടുവന്ന 10-ലേറെ വാർത്തകൾ പിന്നീട് വർഷങ്ങളോളം മുഖ്യധാരാ മാധ്യമങ്ങളുടെ പ്രധാന വാർത്തയായത് ചരിത്രമാണ്. സർക്കാരുകൾക്കെതിരെ TA രാജേന്ദ്രൻ നൽകിയ ഹർജികൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പല പ്രമുഖരുടെയും തോൽവിക്ക് പോലും കാരണമായി. നവാബ് രാജേന്ദ്രൻ നടത്തിയ പ്രധാനപ്പെട്ട വ്യവഹാരങ്ങൾ തന്നെ 1 ഡസനിലേറെ വരും. അടിയന്തരാവസ്ഥയിലെ പോലീസ് മർദ്ദനത്തിനെതിരെ നടത്തിയ കേസുകളിൽ
നിരവധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിചാരണ നേരിട്ടു. രാജന്റെ തിരോധാന കേസിൽ പിതാവ് ഈച്ചര വാര്യർ നടത്തിയ കേസിനൊപ്പം രാജേന്ദ്രന്റെ കേസും നിർണായകമായി. അന്ന് ക്രൈംബ്രാഞ്ച് DIG ആയിരുന്ന ജയറാം പടിക്കലിനെതിരെ മാത്രം 9 കേസുകളാണ് നവാബ് രാജേന്ദ്രൻ നടത്തിയത്. പൊതു താൽപര്യ ഹർജികളിൽ കരുണാകരൻ മന്ത്രിസഭയിൽ MP ഗംഗാധരൻ ജലവിഭവ മന്ത്രിയായിരുന്ന കാലത്തെ പൈപ്പ് ഇറക്കുമതി, മന്ത്രിയുടെ മകളുടെ വിവാഹം പ്രായപൂർത്തിയാകും മുൻപ് നടത്തി എന്ന കേസ്, EK നായനാർ മന്ത്രിസഭയുടെ കാലത്ത് ചീഫ് വിപ്പായിരുന്ന TK ഹംസ വ്യവസായിക്കൊപ്പം കാറിൽ യാത്ര ചെയ്തെന്ന കേസ് തുടങ്ങിയവ മാസങ്ങളോളം കേരളത്തിലെ പത്രങ്ങളുടെ 1-ാം പേജിൽ നിറഞ്ഞു നിന്നു. പോലീസ് ഉദ്യോഗസ്ഥരിൽ ജയറാം പടിക്കൽ മാത്രമായിരുന്നില്ല നവാബിന്റെ വ്യവഹാരങ്ങളുടെ മൂർച്ചയറിഞ്ഞത്. DGP KJ ജോസഫ്, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് എന്നിവർക്കെതിരെയും കേസുകൾ കൊടുത്തു. ഇന്ത്യയുടെ ഫീൽഡ് മാർഷൽ സാം മനേക്ഷ കൊച്ചിയിൽ വന്നപ്പോൾ വാഹനം ട്രാഫിക് നിയമം ലംഘിച്ചതിനും നവാബ് രാജേന്ദ്രൻ കേസ് കൊടുത്തു. നവാബ് രാജേന്ദ്രനെ പോലെ ഒരാൾ ഇപ്പോഴില്ലല്ലോ എന്ന് നമ്മളെല്ലാവരും, നവാബിന് അറിയാവുന്ന എല്ലാവരും വിചാരിക്കുന്നൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ നാട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അഴിമതി, മറ്റ് പ്രശ്നങ്ങൾ, സ്വജനപക്ഷപാതം, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചകൾ, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രസ്താവന ഇറക്കാൻ ധാരാളം ആളുകളുണ്ട്. നവാബ് രാജേന്ദ്രൻ ഒരിക്കൽ പോലും പ്രസ്താവന ഇറക്കിയിട്ടില്ല. അദ്ദേഹം ആരെയെങ്കിലും പരസ്യമായിട്ട് വെല്ലുവിളിച്ചിട്ടില്ല. അദ്ദേഹം നിയമത്തിൻ്റെ മാർഗത്തിലൂടെ മാത്രമാണ് പോയിട്ടുള്ളത്. ഒടുവിൽ നവാബിനെ ശല്യക്കാരനായ വ്യവഹാരിയായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട് സർക്കാർ തന്നെ ഹർജി നൽകിയെങ്കിലും ഹൈക്കോടതി തള്ളി. KV കുഞ്ഞിരാമ പൊതുവാൾ എന്ന ആദ്യകാല മാധ്യമപ്രവർത്തകന്റെ മകനായ TA രാജേന്ദ്രൻ 21-ാം വയസ്സിൽ ആരംഭിച്ച നവാബ് എന്ന മാസിക 6-ാം മാസം പൂട്ടിയതിന് കാരണവും പോലീസായിരുന്നു. ആഭ്യന്തരമന്ത്രി K കരുണാകരന്റെ PA ആയിരുന്ന ഗോവിന്ദൻ തട്ടിൽ എസ്റ്റേറ്റ് മാനേജർ ജോണിന് 15,000 രൂപ ആവശ്യപ്പെട്ട് കത്തയച്ചു എന്ന വാർത്തയ്ക്ക് പിന്നാലെ പോലീസ് നടത്തിയ റെയ്ഡിലും കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണത്തിലുമാണ് സ്ഥാപനം തകർക്കപ്പെട്ടത്. സ്ഥാപനം പ്രവർത്തിച്ചില്ലെങ്കിലും പിന്നെയുള്ള 3 പതിറ്റാണ്ട് നവാബ് എന്ന പേരിൽ തന്നെ TA രാജേന്ദ്രൻ അറിയപ്പെട്ടു. ഇലക്ഷൻ ഡെസ്ക് 24. പ്രജനി, നവാബ് രാജേന്ദ്രനെ ശല്യക്കാരനായ വ്യവഹാരിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് അന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. കോടതി ആ ഹർജി തള്ളി. അന്ന് കോടതി ആ ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് സുകുമാരനാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞ ഒരു പരാമർശമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അതിൻ്റെ ചുരുക്കം എങ്ങനെയാണ്, ഈ നവാബ് രാജേന്ദ്രൻ പ്രവർത്തിക്കുന്നത്, പോരാടുന്നത് ഏതെങ്കിലും ഒരു നേതാവിനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ എതിരെയല്ല, എല്ലാവർക്കുമെതിരെ, ഈ അനീതികൾ എന്ന് തോന്നാവുന്ന അല്ലെങ്കിൽ അധാർമികമെന്ന് തോന്നാവുന്ന ഒട്ടനവധി കാര്യങ്ങൾക്കെതിരെ ഒരേപോലെ പ്രവർത്തിക്കുന്നയാളാണ് നവാബ് രാജേന്ദ്രൻ. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളെ ശല്യക്കാരനായ വ്യവഹാരി എന്ന മട്ടിൽ ചിത്രീകരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു അന്ന് ഹൈക്കോടതിയുടെ ഒരു വിലയിരുത്തൽ. അത് എന്താണ്, അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റായി അത് വേണമെങ്കിൽ അത് പിന്നീട് നവാബ് രാജേന്ദ്രന് ശേഷം അത്തരം ഒരു അതുപോലൊരു നേതാവ് അല്ലെങ്കിൽ അതുപോലൊരു ആൾ അതെ പിന്നീട് ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. ഇതുപോലെ ഒറ്റപ്പെട്ട കേസുകളിലൊക്കെ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നിരന്തരമായ പോരാട്ടം നടത്തുക, അതിനുവേണ്ടി അത് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുക, അത് നിയമപരമായിരുന്നു ആ പോരാട്ടങ്ങളാകെ എന്നത് പ്രത്യേകം പറയേണ്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ പാറൂസ് വ്ലോഗ് ഒരു കമന്റ് വരുന്നുണ്ട്. S വിജയകുമാർ, മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. ഒരു തർക്കവും വിജയകുമാർ, ഇന്ന് എന്തോ ഒന്നുണ്ട് എന്ന് വിജയകുമാറോട് വളരെ സോഫ്റ്റ് ആയിട്ട് ചോദിക്കുകയാണ് പാറൂസ് വ്ലോഗ്. ഇല്ല, ഒന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ, നത്തിങ്. നമുക്ക് അങ്ങനെ മനസ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നവും ഇല്ല. വളരെ കൂളായിട്ട് നിൽക്കുന്നു. വാർത്തകളുടെ ഗൗരവം മാത്രമേ നമ്മളുടെ മുഖത്തുള്ളൂ. എന്നാൽ ഗൗരവമായിട്ടൊരു കാര്യം, SGC എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഒന്ന് ചോദിക്കുകയാണ്. വിജയകുമാർ പറയുന്നത് പത്മജയും അനിൽ ആന്റണിയും പ്രധാന നേതാക്കളല്ല എന്നാണ്. അങ്ങനെ പറഞ്ഞില്ലല്ലോ. പറഞ്ഞു ഇല്ല, പത്മജയും അനിൽ ആന്റണിയും പ്രധാനപ്പെട്ട നേതാക്കളല്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഞാൻ കോട്ട് ചെയ്തതാണ്. അങ്ങനെ അഭിപ്രായമില്ല. അവർ ഏത് തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരാണ് എന്നത്, അതായത് പാർട്ടികളുടെ വിശദീകരണമൊക്കെ വന്നത് ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾക്ക് അക്കാര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. വോട്ടർമാർ സംസാരിക്കട്ടെ, അത് കേൾക്കാം നമുക്ക്. മൈക്ക്. നമ്മൾ പാലക്കാട്ടേക്കാണ് പോകുന്നത്. പാലക്കാടിനെ ഇത്തവണ ചുട്ടുപൊള്ളിക്കുന്നത് കാലാവസ്ഥയാണോ തെരഞ്ഞെടുപ്പാണോ എന്ന് ചോദിച്ചാൽ രണ്ടും എന്നാണ് ഉത്തരം. മണ്ഡലം പിടിച്ചെടുക്കാൻ CPIM-ഉം നിലനിർത്താൻ കോൺഗ്രസും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അത്ഭുതം സൃഷ്ടിക്കാൻ BJP-യും ഒപ്പത്തിനൊപ്പമുണ്ട്. പാലക്കാടൻ കാറ്റ് ഇത്തവണ എങ്ങോട്ടും. കേൾക്കാം പാലക്കാട്ടെ കർഷക വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന്. പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണ എന്ത് സംഭവിക്കും? 24 മൈക്ക് എത്തി നിൽക്കുന്നത് കോട്ടേക്കാടാണ്. കർഷക വോട്ടുകൾ നിർണായകമാകുന്ന ഇടം. VK ശ്രീകണ്ഠൻ തുടരാൻ മണ്ഡലത്തിൽ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും
VK ശ്രീകണ്ഠൻ ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകിയിട്ടുള്ള ആളാണ്. മുൻ DCC പ്രസിഡന്റ് ആൾക്കാരായിട്ട് എല്ലാ ആൾക്കാരായിട്ട് അറിവുള്ളതാണ്. അതുപോലെ തന്നെ വികസനങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തുടരാൻ തന്നെയാണ് സാധ്യത. ഇപ്രാവശ്യം LDFും വരില്ല, UDFും വരില്ല. കാരണം ഇടതും വലതും പാലക്കാട് ഭരിച്ചു മതിയായിരിക്കുകയാണ്. അപ്പം അടുത്തുകൊണ്ട് ജനങ്ങൾ, നമ്മുടെ വനിത എല്ലാവരും മാറിയിരിക്കുകയാണ്. ഇപ്പോൾ BJPയിലേക്കാണ് വരാൻ സാധ്യത. നിങ്ങളുടെ ഏറ്റവും സീനിയറായ ലീഡറാണ് മത്സരിക്കുന്നത്, അതെങ്ങനെ റിഫ്ലക്ട് ചെയ്യും? തീർച്ചയായിട്ടും. കാരണം നമ്മളെ ഒരു പാചകവാദത്തിൽ തന്നെ എടുത്തു നോക്കുകയാണ്, 15 കിലോ കർഷകരെ സംബന്ധിച്ചിടത്തോളം 15 കിലോ നെല്ല് വിറ്റ ഒരു കുറ്റി ഗ്യാസ് വാങ്ങിക്കുന്ന സ്ഥിതിക്ക് ഇന്ന് 35 കിലോ നെല്ല് വെക്കേണ്ട സ്ഥിതിയാണ്. അതുപോലെ തന്നെ 2 കിലോ നെല്ല് വിറ്റാൽ ഒരു ലിറ്റർ പെട്രോൾ വാങ്ങേണ്ടത് ഇന്ന് 4 കിലോ നെല്ല് വെക്കേണ്ട സ്ഥിതിയാണ് ഒരു ലിറ്റർ പെട്രോൾ അടിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ സപ്ലൈകോയിൽ സാധനമില്ല, ക്ഷേമ പെൻഷൻ വൈകുന്നു, ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല? 100% ബാധിക്കും. കേന്ദ്രത്തിൽ നിന്ന് പണം ഇവിടേക്ക് കിട്ടാനുള്ള പോലും തരുന്നില്ലല്ലോ. എന്തും നെല്ലിന്റെ പണം 5 എന്ത് പറഞ്ഞാലും വാഴാമ്പലിനമാതിരി മുകളിലേക്ക് ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ടിരിക്കും. ഇവർ ചെയ്യേണ്ട പ്രവൃത്തി ഇവർ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നെല്ലിന്റെ പണം പോലും ഇങ്ങനെ കിട്ടിയിട്ടില്ല. ഒരു കാര്യം പറയാനുള്ളത്, കേരള സർക്കാർ പറയും കേന്ദ്രമുണ്ട്, കേരള സർക്കാരിന്റെ ദൂർത്തുകൊണ്ടാണ് ഇവിടെ പൈസ ഇല്ലാത്തത്. ഇവർ പറയണു അവർ തരാണ്ടെന്ന്, അവർ പറയണു ഇവർ കൊടുക്കാണ്ടാണെന്ന്. ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടുന്നത്. ഇപ്പോൾ കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനമാണോ BJP ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും. അങ്ങനെ പറയാൻ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നെല്ലിന്റെ ആണെങ്കിലും ശരി, എല്ലാ കാര്യത്തിലും കൃഷിക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവണത തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ്. അനുകൂലിക്കുന്നുണ്ടോ? അല്ല, അനുകൂലിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെറും ഈ 5 വർഷത്തിന്റെ ഇടയിൽ ആകെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് 3 തവണയാണ്. എന്തുകൊണ്ട് C. കൃഷ്ണകുമാർ വരണം ഞങ്ങൾ പറയുന്നത്? ഇവിടുത്തെ ഭരണം മതിയായതുകൊണ്ട്. കാരണം LDF ആയിട്ട് മാറി മാറി ഭരിച്ച് പാലക്കാടൻ ജനതയ്ക്ക് മടുത്തു. വിജയരാഘവൻ തന്നെ ഇവിടെ വരുവുള്ളൂ. ഉമ്മാക്കി കൊണ്ടൊന്നും വിജയരാഘവൻ വരില്ല. കേരള സർക്കാരിന് ജനവികാരം ഒരുപാടുണ്ട്. വരികയാണെങ്കിൽ കോൺഗ്രസ് തന്നെ വരണം. അപ്പൊ ഉമ്മാക്കി കാണിച്ചൊന്നും പേടിപ്പിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു മിക്സഡ് അല്ലേ റിയാക്ഷൻസ് ആണ് നമ്മൾ കണ്ടത്. അപ്പൊ അങ്ങനെ ഓരോ മണ്ഡലത്തിലും രാഷ്ട്രീയം പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത്തരം വിഷയങ്ങൾ കേൾക്കാനും ഒരു സുഖമാണ്. പിന്നെ നമ്മുടെ സ്റ്റണ്ട് മാസ്റ്റർ SK എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പു എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രേക്ഷകൻ. ഹാഷ്മിയും SKനും എവിടെ പോയി എന്നാണ് ചോദ്യം. ഹാഷ്മി നമുക്ക് അറിയാം, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കാസർഗോഡ് ഉണ്ടായിരുന്നു, കുറച്ചു ദിവസം മണ്ഡല പര്യടനത്തിലാണ് ഹാഷ്മി. രാവിലെ ഉണ്ടായിരുന്നു അർജന്റ് മീറ്റിംഗ്. അതെ. അപ്പോ രാവിലെ വീണ്ടും കാണാം, നാളെയും കാണാം. ഓക്കെ, അപ്പോ നമുക്കിനി അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? കണ്ടതും കേട്ടതും. അതെ, ഒരു നൗഷാദ് മാങ്കോ പറയുന്നുണ്ട്. നേരത്തെ വിജയകുമാർ പറഞ്ഞ അതേ കാര്യം, ഈ നവാബിനെ പോലെ ആകണം എല്ലാ റിപ്പോർട്ടർമാരും എന്നൊരു നിർദ്ദേശമാണ് നമ്മുടെ നൗഷാദ് മാങ്കോ പറയുന്നത്. നല്ല നിർദ്ദേശം. അതെ, നല്ല നിർദ്ദേശം. അതെ. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു, കണ്ടതും കേട്ടതും. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? 67 വർഷം പഴകിയ ഒരു ചൂരെഴുത്തിലേക്കാണ് നമ്മുടെ യാത്ര. കൊച്ചി ഇടപ്പള്ളി മാർക്കറ്റിലാണ് 1957 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എഴുത്ത് ഇപ്പോഴും മായാതെ അതുപോലെ കിടക്കുന്നത്. മുഖം വെച്ച കാള ചിഹ്നത്തിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്നതാണ് ആ മായാതെ കിടക്കുന്ന എഴുത്ത്. 1ാം കേരള നിയമസഭയിലേക്കും 2ാം ലോക്സഭയിലേക്കും ഒന്നിച്ചായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. വർഷം 1957 എറണാകുളം ലോക്സഭാ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള 2ാമത്തെ തെരഞ്ഞെടുപ്പ്. UDFിൽ നിന്ന് AM തോമസും LDFിന് വേണ്ടി അബ്ദുൽ ഖാദറും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന കാലം. ആ പോരാട്ടകാലത്തിൻ്റെ ഓർമ്മയായി ഇന്നും അവശേഷിക്കുകയാണ് ഇടപ്പള്ളി മാർക്കറ്റിലെ ഈ ചുവരെഴുത്ത്. എറണാകുളം ലോക്സഭാ മണ്ഡലം കണ്ട 2ാമത്തെ തെരഞ്ഞെടുപ്പ് അല്പം കടുത്തതായിരുന്നു. ആ കടുത്ത പോരാട്ടത്തിന്റെ അവശേഷിപ്പാണ് ഇടപ്പള്ളി മാർക്കറ്റിലെ ഈ ചുവരെഴുത്ത്. കോൺഗ്രസിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിരുന്ന കാളപ്പെട്ടി അടയാളത്തിൽ വോട്ടഭ്യർത്ഥിച്ചാണ് ചുവരെഴുത്ത്. പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയമായിരുന്നു തെരഞ്ഞെടുപ്പ്. പാർലമെന്റിലേക്ക് മത്സരിച്ച AM തോമസിനൊപ്പം നിയമസഭാ സ്ഥാനാർത്ഥി AV ജോസഫിനും വോട്ടഭ്യർത്ഥനയുണ്ട്. പേരിനൊപ്പം സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യതയും അന്ന് ഇടം പിടിച്ചിരുന്നു. അന്ന് ഇതുപോലെ മത്സരം തന്നെയായിരുന്നു, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമായിട്ട് തന്നെയായിരുന്നു. ഈ പുള്ളി ആദ്യമായിട്ട് ഇവിടെ ഭയങ്കര പേരിട്ട ആളാ AV ജോസഫ് എന്ന് പറഞ്ഞാൽ. കാളേനും കൊണ്ട് ഇങ്ങനെ ഓടാൻ നടക്കൂല പാടത്തോട് മുമ്പ്, അതാണത്. അന്ന് ചിഹ്നതായിരുന്നു. കമ്മ്യൂണിസ്റ്റിൻ്റെ തന്നെ അരുവാൾ തെറ്റിയ തന്നെയായിരുന്നു. ഇടപ്പള്ളി പള്ളിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് 1918 നിർമ്മിച്ച കെട്ടിടം. 1950 കാലത്ത് കോൺഗ്രസിന്റെ ഓഫീസും മഹാത്മാ വായനശാലയും ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നു. അവരെഴുതിയതിൽ ഒരാള് പള്ളിപ്പാടം തോമസ്
പുള്ളിപ്പില്ല തോമസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ എനിക്ക്. കാരണം നമ്മളൊക്കെ ഭയങ്കര സീനിയറാണ്. ഏതായാലും ഇത് ഇവിടെ ഇരിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ ബിൽഡിങ്ങിൻ്റെ ഇങ്ങോട്ടുള്ള ഇറക്കമുണ്ടല്ലോ, ആ ഇറച്ചാട്ടൽ കൊണ്ടാണ് ഇതിങ്ങനെ ഈ എഴുതി വെച്ചത് പോകാഞ്ഞത്. ഇത് പെയിൻ്റ് അല്ല, ഇത് റെഡ് ഓക്സൈഡാണ്. പെയിൻ്റാണ് ഈ പണ്ടൊക്കെ കൊണ്ട് പോയത്. കടുത്ത പോരാട്ടത്തിനൊടുവിൽ കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി AM തോമസ് 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. നിയമസഭയിലേക്ക് മത്സരിച്ച അന്നത്തെ DCC പ്രസിഡന്റ് കൂടിയായിരുന്ന AV ജോസഫ് CPIയിലെ TK രാമകൃഷ്ണനോട് 3,786 വോട്ടിന് പരാജയപ്പെടുകയും ചെയ്തു. അലോഷിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. അങ്ങനെ നമ്മൾ ഇലക്ഷൻ സ്റ്റണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ അധ്യായം, ഇന്നത്തെ നമ്മുടെ പോരാട്ടം ഇന്ന് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നാളെ ഒരുപാട് കാഴ്ചകളുണ്ട്, വിശേഷങ്ങളുണ്ട് ഇതുപോലെ, അതിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ ഇന്ന് തൽക്കാലം നമ്മൾ ബൈ പറയാണ്.